ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ നൈറ്റ് റൊട്ടീനാണ്. ആസേ മാം, എൻ്റെ വാവ് എത്ര തവണ 9:51 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവനെ ഉറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവ എപ്പോൾ ഉറങ്ങുന്നുള്ളത്. എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അവൻ ഇപ്പോൾ 9:51 ഞാൻ ഇവനെ ഉറക്കാൻ തുടങ്ങിയിട്ട് ഇവൻ എത്ര മണിക്ക് ഉറങ്ങുന്നുള്ളത് നോക്കാം. ഇപ്പോൾ കണ്ടത് അവൻ അൽവ കണ്ണാലേ ബൾബ് കണ്ണാലേ തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫീഡ് ചെയ്ത് നോക്കാം മാക്സിമം ഉറക്കാൻ. ഓക്കെ, ഇവന്റെ കണ്ണ് കണ്ടിട്ട് ഉറങ്ങുന്നൊന്നും ലക്ഷണമൊന്നുമില്ല. അത് നമുക്ക് പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ ഒന്ന് ട്രൈ ആക്കി നോക്കാം. ബാബ ഉറങ്ങട്ടെ, ബാബ ഉറങ്ങട്ടെ, ബാബ. പാമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനിപ്പോ തട്ടം മതി, പിന്നെ ഉറങ്ങണ ലക്ഷണമൊന്നുമില്ല. ഫൈനലി മിഷൻ സക്സസ്. ടൈം 10:02 ആയിട്ടുണ്ട്. 10:20 ഇട്ടാം. 9:51 തുടങ്ങി ഉറക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ 10:52 അല്ല 10:20 ഈ ടൈമിങ്ങിന് ഉറക്കപ്പിച്ചില് അത് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാര്യം മനസ്സിലായല്ലോ. ഇനി ഉറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാർക്ക് ചെയ്യണ്ടേ ഉണരാണ്ട്. അതാണ് ടാസ്ക്. ഫോൺ ഏതൊക്കെ ആംഗിൾ ചിലപ്പോൾ മോശമായിരിക്കും, എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സുമനസ്സുള്ള എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഹെൽപ്പിന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഉറങ്ങണ കാരണം കൊണ്ട് അടുത്താണ് കാണിക്കുന്നത്. പ്ലാൻ ഫെയിൽഡ്. നെക്സ്റ്റ് അറ്റംപ്റ്റ്. സെക്കൻഡ് അറ്റംപ്റ്റ് ആയിട്ട് ഞാൻ മുതൽ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പാട്ട് പാടുന്നുണ്ട്, തലാലും പാട്ട്. ഞാൻ അത് കോപ്പിറൈറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ സമയം എത്രയായി എന്നുള്ളത് നോക്കാം. ഇടയിൽ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്. അപ്പം നമുക്ക് സമയം ഇപ്പോൾ എത്രയായെന്ന് നോക്കിയാലോ. ഇപ്പോൾ സമയം 10:23 ആയിട്ടുണ്ട്. അയ്യോ, സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം കാണിച്ചു തരാം കേട്ടോ എൻ്റെ മോനെ. എന്താണ്ട മകനെ ഇത്, എത്ര നേരമായിട്ട് അമ്മച്ചി ഉറക്കാൻ നോക്കണു. പണിപ്പാളി ഗൈസ്. എൻ്റെ മകൻ അങ്ങനെയൊന്നും ഉറങ്ങില്ല ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ തളരാൻ പാടില്ല. ഒന്നീ പിഴച്ച 3 എന്നാണല്ലോ. നമുക്ക് 3ാമത്തെ അറ്റംപ്റ്റും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത്തവണ ശരിക്കും സക്സസ് ആയിട്ടുണ്ട് മക്കളെ. കാണിച്ച് തരട്ടെ. ടണ്ടടട്ട. ഫൈനലി അത് സംഭവിച്ചു. വെട്രി ടണ്ടടാൻ. അമ്മേ, ഞാനൊരു വിധമായി. ഇനി നമുക്ക് സമയം എത്രയാന്ന് നോക്കണ്ടേ. 10:26 അങ്ങനെ എൻ്റെ മകൻ മിഷൻ അക്കംപ്ലിഷ്ഡ്. കാണിച്ചു തരട്ടെ എൻ്റെ പൊന്നുമോൻ ഉറങ്ങുന്നത്. ടൻടടാൻ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇനി അടുത്ത തവണ പണിക്കുമ്പോൾ നോക്കാം. ഓക്കെ, ഡൺ. നോക്കൂ എൻ്റെ മകൻ ഉറങ്ങുന്നത്. എന്ത് സുന്ദരമായ കാഴ്ച. എൻ്റെ ഒക്കെ ഉറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ കാണുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഉറങ്ങാൻ വേണ്ടി പോകട്ടെ. എൻ്റെ താക്കോട് കൂടെ ഉറങ്ങുന്നത് കൊണ്ട് ചന്തമാണ്. നമ്മളിങ്ങനെ കുറേ അവ ഉറങ്ങുന്നത് നോക്കുന്നില്ലേ. പക്ഷേ ഇപ്പോൾ അവ ഉറങ്ങിയാലും എനിക്ക് ഉറക്കം വരുന്നില്ല മക്കളെ. കാരണം ലൈറ്റ് 11:07 എന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, അന്ത ലൈറ്റ് ഇട്ട് ഉറക്കം വരാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മകനെ ഉറക്കി. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ദിവസത്തെ എഫേർട്ടല്ലേ, കാര്യമില്ല. പോട്ടെ, കാര്യം നടക്കട്ടെ. റിസൾട്ട് നന്നായിട്ട് വന്നാൽ മാത്രം മതി. എത്ര നേരം വെറുതെ കണ്ണടച്ച് കിടക്കും. ഇപ്പോൾ സമയം 11:45 ഉറക്കം വരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണാനില്ല. തൽക്കാലം നമുക്ക് ഫോൺ നോക്കി സമയം കളയാം. അല്ലാതെ ഇപ്പം എന്ത് കേട്ടാനാ. നിലവിൽ ഞാൻ ബിഗ് ബോസ് കാണുന്നുണ്ട്. അത് നമുക്കിവിടെ ഹോട്ട്സ്റ്റാർ ഒന്നും അവൈലബിൾ അല്ല കേട്ടോ. അത് കാരണം കൊണ്ട് യൂട്യൂബിൽ ആരാണ്ടൊക്കെ ഇടുന്നുണ്ട് എപ്പിസോഡ്സ്. അത് കാരണം കൊണ്ട് നമ്മുടെ കഞ്ഞൂടി മുട്ടാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നിലവിൽ എനിക്ക് നൂറയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ സമയം 12:30. ഉറക്കം വന്നില്ലെങ്കിലും ചുമ്മാതെങ്കിലും കണ്ണടച്ച് കിടക്കട്ടെ. ചിലപ്പോൾ ഉറക്കം വന്നാലോ, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. എൻ്റെ മകൻ ഇനി കിടക്കുന്ന സ്ഥലം നോക്ക് നിങ്ങൾ. ഇത്രയും സ്ഥലം അവനുള്ളത്. ആ അറ്റത്ത് കിടത്തിയത് ഉരുണ്ട് ഇവിടെത്തി. ഞാനും എൻ്റെ ഇക്കയും പാവം അറ്റത്താണ് കിടക്കണത്.
എപ്പോൾ വീഴുമെന്നറിയില്ല, അതുമാതിരിയാണ് കിടത്താം. ശരി, കുഴപ്പമില്ല. ബെഡിൽ കുട്ടികളെ കിടത്താൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ തൊട്ടി കെട്ടാനുള്ള സംവിധാനമില്ലാത്ത കൊണ്ട് ബെഡിൽ കിടത്തുന്നു മാത്രം. ഉക്ക ഉറങ്ങുന്ന കാണുമ്പോൾ അസൂയ തോന്നുക. വാവേ വാവേ ഓ വാടി വാടി ആട് വാവോ വാവോ വാവാ വാട 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 ഇങ്ങ തരാ എന്റെ കുട്ടിക്ക് ഇങ്ങ തരാലോ, എന്റെ ഷൊത്തിന് ഇങ്ങ തരാലോ വാവേ. ആ ആ ആ ആ അപ്പം നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഒരു 3 മണിക്കൂറൊക്കെ ഉറക്കത്തിന് ശേഷമാണ് അവൻ എണീറ്റത്. ആദ്യത്തെ എണീക്കൽ. ഇപ്പോൾ കൂളൊക്കെ കുടിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇത്രയും ടൈം ഉറങ്ങുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ടിട്ടൊക്കെ ഉറങ്ങും. അപ്പോൾ ഇനി അവനെ ഒന്ന് കിടത്താനുള്ള ശ്രമത്തിലാണ്. ഒരു 3/4 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് നാട്ടി അവ ഉറങ്ങിക്കോളും. പിന്നെ ഉണരാണ്ട് കടത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ അവനെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മക്കൾക്ക് ഉമ്മ കൊടുക്കാറുണ്ട്? നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഒന്ന് കിസ് ചെയ്യാൻ തോന്നില്ലേ? സ്വാഭാവികം. അമ്മ ലാൻഡ് ചെയ്തു അമ്മേ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കാനും നോക്കൂട്ടെ. ഞാനൊക്കെ എണീക്കുന്ന ടൈമിൽ എന്താ വെച്ചാൽ ഉറങ്ങണ കാണുമ്പോൾ എനിക്ക് നല്ല അസൂയ ദേഷ്യമൊക്കെ വരും. നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ രാവിലെ എന്നിട്ട് അവർ ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ച് അങ്ങ് സമാധാനിക്കും. പാവല്ലേ, ഇറങ്ങിക്കോട്ടെ. ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് നല്ല ദേഷ്യം ഞാൻ എടുപ്പിച്ച് വിടുകയൊക്കെ ചെയ്യൂട്ടാ. പക്ഷെ പാവമാണ്. ഞാൻ വിളിച്ചാൽ എണീക്കും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ നല്ല അത്യാവശ്യം വന്നാൽ മാത്രമേ എണീപ്പിക്കുള്ളൂ, ബാത്റൂമിൽ പോകാനൊക്കെ. വർക്കിന് പോകുന്ന ആൾക്കാരല്ലേ. ഒന്നും ഉറങ്ങട മകനെ. ഈ തട്ടി അമ്മച്ചിൻ്റെ കൈ കടയുന്നട്ടെ ബാബേ. നോക്കാം ഉറങ്ങിക്കോ. എന്തായി. എൻ്റെ മകനെ ചെരിഞ്ഞിട്ട് അല്ലെങ്കിൽ കമിഴ്ന്നിട്ട് കിടക്കാനാണ് കേട്ടോ ഇഷ്ടം. നമ്മളിപ്പോൾ എങ്ങനെ മലർത്തി കിടത്തിയാലും അവൻ തന്നെ തനിയെ ചെരിഞ്ഞ് അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്നോളും. കമിഴ്ന്ന് കിടക്കുമ്പോൾ അവർ 3-4 മണിക്കൂറൊക്കെ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. മലർത്തി കിടത്തി കണ്ട അപ്പോൾ കമിഴ്ന്ന്, അതാണ് ഇവൻ്റെ കംഫർട്ട് സോൺ. തനിയെ അവൻ കമിഴ്ന്നത് കണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സുഖമായിട്ട് അവൻ കിടന്നുറങ്ങിക്കോളും. അടിപൊളി. ഇതിപ്പോൾ എണീക്കാനുള്ള ലക്ഷണമാണല്ലോ കാണിക്കണത്. മകനെ ചതിക്കരുത് പൊന്നുമോ. ആരത് പലതരത്തിൽ നമ്മൾ ഉറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഈ തോളിൽ ഇങ്ങനെ കിടക്കാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. കുറേ പേര് പറയും ഇങ്ങനെ കയ്യിലിരുത്തി ശീലിക്കരുത്, കയ്യിലിരുത്തി ഉറക്കരുത് എന്നൊക്കെ. അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെ തന്നെയാണ് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത്. അപ്പോൾ മാക്സിമം അങ്ങനെ ശ്രദ്ധിക്കുക. എന്തായാലും ഈ പ്ലാൻ ഫെയിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പ്ലാൻ നോക്കാം. നമ്മളൊന്നിലും തളരില്ലല്ലോ. ഇക്ക ഒന്ന് പിടിക്കുക, ഞാൻ മൂത്രം വെച്ചിട്ട് വരട്ടെ. ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ടൈമിൽ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞോട്ടോ. ഇത് 3-ാം തവണയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് ചൈൽഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റ.